നമ്മളെ ഫോണിന്റെ ഹോം ബട്ടൺ ഇങ്ങനെ ഞെക്കി പിടിച്ചാല് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആവും. ഗൂഗിൾ അസിസ്റ്റന്റ് എന്തിനാ നമ്മൾ പറയുന്നൊക്കെ ഗൂഗിൾ അസിസ്റ്റന്റ് നമുക്ക് എടുത്തു തരും. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നല്ല ഫീച്ചറാട്ടോ ഗൂഗിൾ അസിസ്റ്റന്റ്. അതിലൊരുപാട് ഫീച്ചറുകളുണ്ട്. നമ്മൾ പല വീഡിയോയും ചെയ്യുകയും ചെയ്തിരിക്കും. അതല്ല, ഗൂഗിൾ അസിസ്റ്റന്റ് അല്ല ഇപ്പം പ്രശ്നം. ഈ ഹോം ബട്ടണില് ഗൂഗിൾ അസിസ്റ്റന്റിന് പകരം നമുക്ക് വേറെ പലതും സെറ്റ് ചെയ്യാം. അടിപൊളി ട്രിക്കുകളാ. എന്തൊക്കെയാ സെറ്റ് ചെയ്യാൻ പറ്റുക? സെറ്റ് ചെയ്യാൻ എന്തൊക്കെയാ പറ്റുക? നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്ക്, അപ്പൊ അത് മനസ്സിലാവും. ആദ്യം നമുക്ക് 1 MB പോലും ഇല്ലാത്ത ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഹോം ലോഞ്ചർ എന്ന പേര്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു വിഡ്ജറ്റ് മാത്രമേ കാണൂ, വേറെ ഒന്നും കാണുകയില്ല. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ ഒരു 3 വര കാണാം. അതിൽ മെല്ലെ ഒന്ന് കുത്തിയാൽ ഇവിടെ ഏറ്റവും മേലെ അസിസ്റ്റ് സെറ്റിംഗ്സ് എന്ന് ഒരു നീല എഴുത്ത് കാണും. അതിലൊന്ന് ഞെക്കുക. ഞെക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ അസിസ്റ്റ് ആപ്പ് എന്നുള്ള ഇത് ഗൂഗിൾ ആണ് ഡീഫാൾട്ട് ഉണ്ടാകുക. അത് ഹോം ലോഞ്ചർ ആക്കി കൊടുത്തിട്ട് അഗ്രി കൊടുക്കുക. അതിന്റെ അവിടത്തെ കാര്യം കഴിഞ്ഞ് ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് ഇതിലൊന്നുകൂടിയും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, രണ്ടാമത്തത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്സും ഉണ്ട്, ഷോർട്ട് കട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് യൂട്യൂബ് സെലക്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് സേവ് കൊടുത്ത് ഒന്നുകൂടിയും വന്നിട്ട് ആഡ് കൊടുത്ത് ഷോർട്ട് കട്ട് എടുത്ത് ഷോർട്ട് കട്ടിൽ സെറ്റിംഗ്സ് ഷോർട്ട് കട്ട് എടുത്താൽ അവിടെ നമുക്ക് ആപ്സ്, ബ്ലൂടൂത്ത്, കോൾ ഫോർവേഡ് അങ്ങനെ കുറേ സംഭവമുണ്ട്. ഞാൻ ബ്ലൂടൂത്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത്. ഇത് തൽക്കാലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്ന നേരം ഇങ്ങനെ വന്ന് ഇവിടെ നമ്മൾ ആഡ് ചെയ്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഹോം ബട്ടണിൽ നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ, ആപ്സ് ഒക്കെ നമുക്ക് എടുത്തു വെക്കാം. ഒരു അടിപൊളി സംഭവമാണ്. ഉപകാരമാണ് തോന്നിക്കിന്റെ ചങ്ങായിമാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തേക്കും. ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.